വെള്ളിവെളിച്ചം തൂകുന്ന പുലർക്കാലം. യമുനാ നദിയുടെ തീരത്ത് മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ച പുൽനാമ്പുകൾക്കിടയിലൂടെ തണുത്ത കാറ്റ് വീശുന്നു. ദൂരെ എവിടെയോ ഒരോടക്കുഴലിൻ്റെ മധുരനാദം മുഴങ്ങുന്നുണ്ട്. ഗോകുലം ഉണരുകയാണ്. പശുക്കളുടെ മണികിലുക്കവും ഗോപികമാരുടെ ചിരിയും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു. എന്നാൽ അന്ന് ആ പ്രശാന്തതയ്ക്കു പിന്നിൽ ഒരു വലിയ തിരക്കുണ്ടായിരുന്നു. നന്ദഗോപരുടെയും യശോദയുടെയും നേതൃത്വത്തിൽ ഗ്രാമവാസികളെല്ലാവരും വല്ലാത്തൊരു നെട്ടോട്ടത്തിലാണ്. വലിയ മൺപാത്രങ്ങളിൽ പാലും നെയ്യും ശേഖരിക്കുന്നു, പൂക്കളും പഴങ്ങളും ഒരുക്കുന്നു. ദേവരാജനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനുള്ള ഇന്ദ്രയജ്ഞത്തിനുള്ള ഒരുക്കങ്ങളാണത്. മഴ നൽകി തങ്ങളെ അനുഗ്രഹിക്കുന്ന ഇന്ദ്രൻ ദേഷ്യപ്പെട്ടാൽ സർവനാശമുണ്ടാകുമെന്ന് ആ ഗ്രാമം ഭയപ്പെട്ടിരുന്നു. വിദൂരതയിൽ നീലാകാശത്തിനു താഴെ തലയുയർത്തി നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ നോക്കി ഒരു ബാലൻ പുഞ്ചിരിച്ചു. കാർമേഘവർണ്ണമുള്ള ആ ബാലൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. തൻ്റെ പിതാവിൻ്റെയും ഗ്രാമവാസികളുടെയും ഭയത്തെയും അന്ധവിശ്വാസത്തെയും മാറ്റാൻ തീരുമാനിച്ച നിമിഷമായിരുന്നു അത്. തിരക്കിനിടയിൽ നിൽക്കുന്ന നന്ദഗോപരുടെ അരികിലേക്ക് കൃഷ്ണൻ പതുക്കെ നടന്നു ചെന്നു. ചുറ്റും കൂടി നിൽക്കുന്ന ഗ്രാമവാസികൾ അത്ഭുതത്തോടെ ആ സംഭാഷണം ശ്രദ്ധിച്ചു. അച്ഛാ, എന്തിനാണ് ഈ നെട്ടോട്ടം? ആർക്കു വേണ്ടിയാണ് ഈ വലിയ യാഗവും വിരുന്നും നിങ്ങൾ ഒരുക്കുന്നത്? മകനെ, ഇത് ദേവരാജനായ ഇന്ദ്രനുള്ളതാണ്. അദ്ദേഹമാണ് നമുക്ക് മഴ നൽകുന്നത്. മഴയുണ്ടെങ്കിലേ പുല്ലുണ്ടാകൂ, എങ്കിലേ നമ്മുടെ പശുക്കൾക്ക് പാലുണ്ടാകൂ. ഇന്ദ്രൻ പ്രസാദിച്ചില്ലെങ്കിൽ ഗോകുലം വരണ്ടുപോകും. അച്ഛാ, മഴ നൽകുന്നത് ഇന്ദ്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പ്രകൃതിയുടെ നിയമം അതല്ല. കടലിലെ വെള്ളം ആവിയായി മേഘമായി മാറുന്നതും അത് മഴയായി പെയ്യുന്നതും പ്രകൃതിയുടെ സഹജമായ രീതിയാണ്. അതിലൊരാളോട് നാം എന്തിനു ഭയപ്പെടണം? പക്ഷേ കൃഷ്ണ, ഇത് തലമുറകളായി നാം ചെയ്യുന്ന ആചാരമാണ്. ആചാരങ്ങളെക്കാൾ നാം നോക്കേണ്ടത് സത്യത്തെയാണച്ഛാ. നോക്കൂ, ആ നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ നോക്കൂ. ആ പർവ്വതമാണ് നമ്മുടെ പശുക്കൾക്ക് പച്ചപ്പുല്ല് നൽകുന്നത്. ആ കാടുകളാണ് നമുക്ക് ശുദ്ധവായു നൽകുന്നത്. ആ ഗുഹകളാണ് നമുക്ക് അഭയം നൽകുന്നത്. ആരാധിക്കുന്നുണ്ടെങ്കിൽ നാം നന്ദി പറയേണ്ടത് നമ്മെ നേരിട്ട് സംരക്ഷിക്കുന്ന ഈ പർവ്വതത്തോടും പ്രകൃതിയോടുമല്ലേ? ഭയം നല്ല, സ്നേഹത്തോടെ വേണം നാം പൂജിക്കാൻ. ഇന്ദ്രനെയല്ല, ഗോവർദ്ധന പർവ്വതത്തെയാണ് നാം ഇന്ന് പൂജിക്കേണ്ടത്. കൃഷ്ണന്റെ വാക്കുകൾക്ക് ഒരു ദിവ്യമായ ശക്തിയുണ്ടായിരുന്നു. ഗ്രാമവാസികൾ പരസ്പരം നോക്കി. അവരുടെ ഉള്ളിലെ ഭയം പതുക്കെ മാറി. ആത്മവിശ്വാസം നിറഞ്ഞു. അവർ ഇന്ദ്രപൂജ ഉപേക്ഷിച്ചു. പകരം ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാൻ തീരുമാനിച്ചു. ഗോകുലം ഉത്സവലഹരിയിലായി. നൂറുകണക്കിന് വിഭവങ്ങൾ അഥവാ അന്നക്കൂട്ട് തയ്യാറാക്കി അവർ പർവ്വതത്തിന്റെ ചുവട്ടിലെത്തി. പർവ്വതത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ചു. ഭക്തിസാന്ദ്രമായ കീർത്തനങ്ങൾ പാടി. കൃഷ്ണൻ ഒരു മായാരൂപം പൂണ്ട് പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയും ഗ്രാമവാസികൾ അർപ്പിച്ച വിഭവങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഗോകുലം മുഴുവൻ ആഹ്ലാദത്തിലായിരുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും ഉദാത്തമായ കാഴ്ചയായിരുന്നു അത്. എന്നാൽ സ്വർഗത്തിൽ അവസ്ഥ ഭയാനകമായിരുന്നു. തന്റെ പൂജ മുടങ്ങിയതറിഞ്ഞ ദേവരാജനായ ഇന്ദ്രൻ ക്രോധത്താൽ വിറച്ചു. ഒരു കൊച്ചുബാലന്റെ വാക്കുകേട്ട് ഗ്രാമവാസികൾ തന്നെ അവഗണിച്ചു എന്നത് ഇന്ദ്രന്റെ അഹങ്കാരത്തെ മുറിപ്പെടുത്തി. ഗോകുലത്തെ ഞാൻ തകർക്കും. ഇന്ദ്രന്റെ ഗർജനം സ്വർഗത്തിൽ മുഴങ്ങി. പ്രളയമുണ്ടാക്കാൻ ശേഷിയുള്ള ഭയാനകമായ സംവർത്തക മേഘങ്ങളെ അദ്ദേഹം വിളിച്ചുവരുത്തി. മിന്നൽ പിണരുകൾ ആകാശത്തെ കീറിമുറിച്ചു. ഇടിമുഴക്കം ഭൂമിയെ നടുക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ഗോകുലത്തിനു മുകളിൽ കറുത്തിരുണ്ട മേഘങ്ങൾ വിങ്ങിക്കൂടി. കല്ലുമഴ പോലെ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. കാറ്റ് മരങ്ങളെ കടപുഴകിയെറിഞ്ഞു. യമുന കരകവിഞ്ഞു. ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാകാൻ അധികം സമയം വേണ്ടിവന്നില്ല. ആളുകൾ ഭയന്നോടി. കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾ തെറ്റു ചെയ്തു, ഇന്ദ്രൻ കോപിച്ചിരിക്കുന്നു. അവരുടെ നിലവിളി അന്തരീക്ഷത്തിൽ ഉയർന്നു. കുട്ടികൾ കരഞ്ഞു. പശുക്കൾ ഭയന്ന് ചിതറിയോടി. സർവനാശത്തിന്റെ ആ നിമിഷത്തിൽ കൃഷ്ണൻ ശാന്തനായി നിന്നു. അവിടുത്തെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി മാത്രം. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്തേക്ക് നടന്നു. ഒരു പൂവ് പറിച്ചെടുക്കുന്ന ലാഘവത്തിൽ തന്റെ ഇടതുകൈയിലെ ചെറുവിരൽ കൊണ്ട് ആ കൂറ്റൻ പർവ്വതത്തെ കൃഷ്ണൻ മുകളിലേക്കുയർത്തി. ആകാശത്തേക്കുയർന്ന പർവ്വതം ഒരു ഭീമൻ കുട പോലെ ഗോകുലത്തിനു മുകളിൽ വിരിഞ്ഞു നിന്നു.
എല്ലാവരും ഇതിന് താഴേക്ക് വരൂ. കൃഷ്ണന്റെ ശാന്തമായ സ്വരം എല്ലാവർക്കും ധൈര്യം നൽകി. ഗ്രാമവാസികൾ, പശുക്കൾ, പക്ഷികൾ, സകല ജീവജാലങ്ങളും ആ പർവ്വതത്തിന്റെ തണലിൽ അഭയം പ്രാപിച്ചു. പുറത്ത് ഇന്ദ്രൻ തന്റെ സർവ്വശക്തിയും ഉപയോഗിക്കുകയായിരുന്നു. മിന്നൽ പിണരുകൾ പർവ്വതത്തിനു മുകളിൽ വന്നു പതിച്ചു. ജലപ്രളയം പർവ്വതത്തെ വിഴുങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണന്റെ വിരൽത്തുമ്പിൽ പർവ്വതം അചഞ്ചലമായി നിന്നു. ഒരു തുള്ളി വെള്ളം പോലും താഴെ നിൽക്കുന്നവരെ സ്പർശിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. 1, 2, 7 ദിവസങ്ങൾ. ഭഗവാൻ കൃഷ്ണൻ ഉറക്കമില്ലാതെ, ആഹാരമില്ലാതെ ഒരേ നിൽപ്പ് നിന്നു. ഗ്രാമവാസികൾ കൃഷ്ണന്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ട് ഭക്തിയോടെ കൈകൂപ്പി നിന്നു. ആ പർവ്വതത്തിനടിയിൽ അവർ സുരക്ഷിതരായിരുന്നു, ഒരു കുടുംബം പോലെ. 7-ാം ദിവസം ഇന്ദ്രൻ തളർന്നു. തന്റെ വജ്രായുധത്തിനും പ്രളയമേഘങ്ങൾക്കും ഒരു കൊച്ചു ബാലന്റെ വിരൽത്തുമ്പിലുള്ള പർവ്വതത്തെ ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. മഴ തോർന്നു. ആകാശം തെളിഞ്ഞു. സൂര്യപ്രകാശം വീണ്ടും ഭൂമിയിൽ പതിച്ചു. പതുക്കെ ഓരോരുത്തരായി പർവ്വതത്തിനടിയിൽ നിന്നും പുറത്തെത്തി. കൃഷ്ണൻ വളരെ പതുക്കെ പർവ്വതത്തെ പഴയ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചു. ഇന്ദ്രൻ തന്റെ തെറ്റു തിരിച്ചറിഞ്ഞു. ഐരാവതമെന്ന വെള്ളയാനയുടെ മുകളിൽ നിന്നിറങ്ങി അദ്ദേഹം കൃഷ്ണന്റെ പാദങ്ങളിൽ വീണു. സ്വർഗത്തിന്റെ അധിപൻ ഒരു ഗോപാലന്റെ മുന്നിൽ വിനയാന്വിതനായി. തന്റെ അഹങ്കാരം ശമിച്ചെന്നും കൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നും ഇന്ദ്രൻ മനസ്സിലാക്കി. ഭൂമി വീണ്ടും പച്ചപ്പണിഞ്ഞു. ഗോകുലത്തിലെ ജനങ്ങൾ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീർ വാർന്നു. ഇത് കേവലം ഒരു പർവ്വതമുയർത്തിയ കഥയല്ല, മറിച്ച് അഹങ്കാരത്തിന്മേൽ വിനയവും ഭയത്തിന്മേൽ ഭക്തിയും നേടിയ വിജയത്തിന്റെ കഥയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും പ്രകൃതിയാണ് നമ്മുടെ യഥാർത്ഥ ദൈവമെന്നും ഭഗവാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നും ആ പർവ്വതം അവിടെയുണ്ട്, നമ്മെ ഓർമ്മിപ്പിക്കാൻ. സംരക്ഷിക്കാൻ ദൈവം കൂടെയുണ്ടെങ്കിൽ ഏതു വലിയ കൊടുങ്കാറ്റിനെയും നമുക്ക് അതിജീവിക്കാം.